സത്യത്തിൽ ഇത് ആരുടെയൊക്കെ തല തെറിക്കുമെന്നറിയില്ല. മേയർ ആര്യ രാജേന്ദ്രന്റെ ആണോ, മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ആണോ, ഇനി CPM-ന്റെ ആണോ, അതോ ഇനി പ്രശാന്തിന്റെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. ആർ ശ്രീലേഖ തിരികൊളുത്തിയ ആ പന്തം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് വരികയാണ്. അതുകൂടി പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിടത്തിൽ വട്ടിയൂർക്കാവ് MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വഴി തുറന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നടക്കുന്ന കൊടിയ കെടുകാര്യസ്ഥയെ കുറിച്ച് തന്നെയാണ്. കോർപ്പറേഷനുകളുടെ ഉടമസ്ഥയിലുള്ളതടക്കം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ സ്വന്തം കെട്ടിടങ്ങൾ പലതും പ്രവർത്തിക്കുന്നത് തുച്ഛമായ വാടകയിലും ബിനാമി പേരിലുമാണ്. സാധാരണക്കാരിൽ നിന്ന് പോലും നികുതി പിരിവിൽ വർഷാവർഷം 5% വർധനവ് വാങ്ങുന്ന തദ്ദേശ വകുപ്പ് ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണ് എന്നാണ് ഈ വിവാദത്തിന്റെ ബാക്കി പത്രമായി വ്യക്തമാക്കുന്ന കാര്യം. മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് മുന്നിൽ ഇതു സംബന്ധിച്ച ഫയലുകൾ അജണ്ടയായി എത്താറുണ്ടെങ്കിലും ഒന്നും പരിഗണിക്കാതെ മാറ്റുന്നതും പതിവാണ്. MLA VK പ്രശാന്തും കൗൺസിലർ ആർ ശ്രീലേഖയും തമ്മിൽ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ മുറിയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ചട്ടലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവരാനുള്ള പ്രധാന കാരണം. വാടകകൾ പലതും കാലോചിതമായി പരിഷ്കരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകില്ല. പാട്ടക്കരാർ പോലും തുച്ഛമായ തുകയ്ക്കാണ് പലരും കൈക്കലാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തം. തൊട്ടടുത്ത കെട്ടിടങ്ങൾ പലതും 10,000 രൂപയ്ക്ക് മുകളിൽ വാടക നൽകുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് കീഴിലെ കെട്ടിടങ്ങൾ 800-നും 1000-നുമൊക്കെയാണ് പലരും സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതോ കാലത്തെ കരാർ പ്രകാരം കടകളും മറ്റ് മുറികളും വാടകയ്ക്ക് എടുത്ത ശേഷം മറ്റാളുകൾക്ക് ഉയർന്ന നിരക്കിൽ നൽകുന്നവരും ഉണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കാമെന്നാണ് പുതുതായി തിരുവനന്തപുരം ഭരണം പിടിച്ച BJP ഭരണസമിതി പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലർ അടക്കം ഒപ്പം ഈ ഭരണത്തിൽ ഇരുന്നവരാണ് BJP അംഗങ്ങൾ. ഇത് സംബന്ധിച്ചു വരുന്ന അജണ്ടകളിൽ അവരും മൗനം നടിച്ചു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രതിവർഷം കുറഞ്ഞത് 8% വീതം വാടകയിൽ വർധന വരുത്തിയാണ് കരാറ് പുതുക്കേണ്ടത്. എന്നാൽ പലതും ഇത് പുതുക്കുന്നില്ല. മറ്റു ചിലർ പുതുക്കുന്നുണ്ടെങ്കിലും വർധനയില്ല. 20 വർഷത്തിലേറെയായി തുച്ഛമായ തുകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി കോർപ്പറേഷന്റെ വരുമാനത്തിൽ വർധന വരുത്താനുള്ള നടപടികൾക്ക് തുടക്കമിടാനാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നീക്കം. അതേസമയം MLA ഓഫീസ് വിവാദത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിക്കാതെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്ന് മേയർ VV രാജേഷ് പ്രതികരിച്ചു. MLA ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ് എന്ന് വ്യക്തമാണ്. എത്ര രൂപ വാടകയ്ക്കാണ് മുറി കൊടുത്തിരിക്കുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കും. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്നും VV രാജേഷ് വ്യക്തമാക്കി. കോർപ്പറേഷനിൽ പല കൗൺസിലർമാർക്കും ഇരിക്കാൻ പോലും സൗകര്യമില്ല. പ്രവർത്തന സൗകര്യം ഉയരണം. ആരാണ് സൗകര്യം ഒരുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വന്തം വീട്ടിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ പോലുമുണ്ട്. വാണിജ്യ കോംപ്ലക്സുകൾക്ക് കൃത്യമായ വാടക ലഭിക്കണം. ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിയമപരമായ എന്തൊക്കെ ഇളവുകൾ ചെയ്യാനാകും എന്നുള്ളത് പരിഗണിക്കും. VV രാജേഷ് പ്രതികരിച്ച വാക്കുകളായിരുന്നു ഇത്. എന്നാൽ അതിൽ VK പ്രശാന്ത് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിൽ VV രാജേഷ് മറുപടി നൽകിയില്ല. അതേസമയം ഓഫീസ് വിഷയം വലിയ വിവാദമായതോടെ തർക്കത്തിൽ നിന്നും ആർ ശ്രീലേഖ പിന്നോട്ട് പോവുകയായിരുന്നു. VK പ്രശാന്ത് 3-4 മാസം നിലവിലെ കെട്ടിടത്തിൽ തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്ന് ശ്രീലേഖ പറഞ്ഞിരുന്നു. MLA ഓഫീസിലെത്തി പ്രശാന്തിനെ നേരിട്ട് കണ്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. ശനിയാഴ്ചയാണ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് കെട്ടിടം തനിക്ക് വേണമെന്നായിരുന്നു BJP കൗൺസിലറായ ശ്രീലേഖയുടെ ആവശ്യം. MLA ഓഫീസ് ഇരിക്കുന്ന കെട്ടിടമാണ് തനിക്ക് സൗകര്യമെന്നായിരുന്നു ശ്രീലേഖയുടെ വാദം. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ മാറില്ല എന്ന് VK പ്രശാന്ത് അറിയിക്കുകയായിരുന്നു. തന്റെ കാലാവധി 3 മാസം കൂടി ബാക്കിയുണ്ടെന്ന് MLA മറുപടിയും നൽകിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കെട്ടിട വിവാദത്തിൽ BJP-യെയും കൗൺസിലർ ആർ ശ്രീലേഖയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. ഇപ്പോഴും പോലീസ് ഭാഷയിൽ സംസാരിക്കുന്ന ധിക്കാരിയായ കൗൺസിലറാണ് ആർ ശ്രീലേഖ. BJP-ക്ക് അനുകൂലമായ നിലപാടാണ് KS ശബരിനാഥിന്റേതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതുപോലെ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ശബരിനാഥ് പറയുന്നുണ്ടായിരുന്നു, തന്നെ ഇനി BJP ആക്കാൻ ശ്രമിക്കേണ്ട, സത്യമായി തന്നെ പറയുമെന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു. BJP-ക്ക് ചെയ്യാൻ എന്തെല്ലാം വേറെ ഉണ്ടെന്നും അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട MLA ഓഫീസ് ഒഴിപ്പിക്കൽ ആകുന്നുവെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചു. BJP-യുടെ ഏറ്റവും നാണം കെട്ട നീക്കമാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആർ ശ്രീലേഖയുടെ നിലപാടിന് അഭ്യർത്ഥന അപേക്ഷ എന്ന രീതിയിൽ കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റത്തൂർ വിഷയം കോൺഗ്രസിനെ ബാധിച്ച മാറാവ്യാധിയാണ്
എന്ന് ബിനോയ് വിശ്വം പറയുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന 3 പേരുണ്ട്. ഒരാൾ തിരുവനന്തപുരം MP ശശി തരൂരാണെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റത്തൂർ കോൺഗ്രസ് ചെറിയ വിഷയമായി കാണരുത് എന്നും മഹാത്മാഗാന്ധിയുടെ പാർട്ടി ഗോഡ്സെ പാർട്ടിക്ക് ആക്കി മാറ്റരുതെന്നും അടിമപ്പെടുന്നത് ദുഃഖകരമാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളും കത്തിക്കയറുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീലേഖ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ആ വിമർശനത്തിലാണ് മറുപടി പറയാൻ തൽക്കാലം തയ്യാറല്ല എന്ന് VV രാജേഷും പ്രതികരിച്ചിരുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന വാർഡ് കൗൺസിലർ R ശ്രീലേഖയുടെ ആവശ്യം VK പ്രശാന്ത് MLA തള്ളുകയായിരുന്നു. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് MLA വ്യക്തമാക്കിയപ്പോൾ അഭ്യർത്ഥിച്ചത് സൗഹൃദത്തിന്റെ പേരിലാണെന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ നിയമപരമായ വഴി നോക്കുമെന്നുമാണ് ശ്രീലേഖ തിരിച്ചടിച്ചത്. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൗൺസിലറുടെ ഓഫീസിന്റെ സൗകര്യം പരിമിതമാണെന്നതിനാലാണ് MLAയോട് ഒഴിയാൻ ആവശ്യപ്പെട്ടത് എന്നാണ് ശ്രീലേഖയുടെ വിശദീകരണം. ഇരുവരും ഇന്നലെ ഇതേ കെട്ടിടത്തിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമവായമായില്ല. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ രേഖകൾ പരിശോധിക്കുമെന്നും മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും VV രാജേഷ് ആ രേഖകൾ പരിശോധിക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായ നടപടി സ്വീകരിക്കട്ടെ. മുൻ മേയർ കൂടിയായിരുന്ന VK പ്രശാന്തിന്റെ MLA ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറാണ് R ശ്രീലേഖ. 3 നില കെട്ടിടത്തിന്റെ മുകൾ നിലകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസും താഴത്തെ നിലയിൽ MLA, വാർഡ് കൗൺസിലർ എന്നിവരുടെ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസിലെ റിസപ്ഷൻ വഴിയാണ് കൗൺസിലറുടെ ഓഫീസിലേക്ക് പ്രവേശിക്കേണ്ടത്. കോർപ്പറേഷൻ കൗൺസിലർ നിശ്ചയിച്ച വാടക കൊടുക്കുന്നുണ്ടെന്നും മാർച്ച് വരെയുള്ള വാടക അടച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് മറുപടി നൽകി. ശനിയാഴ്ച ഓഫീസിലുള്ളപ്പോൾ അവിടെ എത്തി ശ്രീലേഖ MLA ഓഫീസിൽ അദ്ദേഹത്തെ കണ്ട് ആവശ്യം ആവർത്തിച്ചു. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പുറത്താണ് ഓഫീസ് ഒഴിയാനുള്ള അഭ്യർത്ഥന വെച്ചതെന്ന് അറിയിച്ചു. ഏതു നിലയ്ക്കാണെങ്കിലും കാലാവധിക്ക് മുൻപ് ഒഴിഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണെന്നും ഇതേ ഓഫീസിൽ മുൻപ് BJP കൗൺസിലർ പ്രവർത്തിച്ച കാലത്തൊന്നും ഇത്തരമൊരു അസൗകര്യം അറിയിച്ചിട്ടില്ലല്ലോ എന്നും വ്യക്തമാക്കി. എന്തായാലും ഇങ്ങനെയാണോ ഒരു BJP കൗൺസിലർ, ഒരു വനിതയായ കൗൺസിലർ ഇവിടെയാണോ കഴിയേണ്ടത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം VK പ്രശാന്ത് MLAയോട് മുറി ഒഴിയാൻ ആവശ്യപ്പെട്ട മുൻ DGPയും കോർപ്പറേഷൻ കൗൺസിലറുമായ R ശ്രീലേഖയുടെ നടപടി അപക്വമാണ് എന്ന് സ്പീക്കർ AN ഷംസീർ. പ്രോട്ടോകോൾ പ്രകാരം കൗൺസിലറേക്കാൾ മുകളിലാണ് MLA. അപ്പോൾ എങ്ങനെയാണ് കൗൺസിലർക്ക് ഇങ്ങനെ ആവശ്യപ്പെടാൻ സാധിക്കുക? R ശ്രീലേഖ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പരിചയസമ്പന്നയായ അവരിൽ നിന്നുണ്ടായ അപക്വമായ നടപടിയാണ് ഇത്. MLA ഹോസ്റ്റലിലെ മുറിക്ക് പുറമെ പ്രശാന്ത് മറ്റൊരിടത്ത് ഓഫീസ് തുറന്നതിൽ തെറ്റില്ല. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ MLAയെ കാണാനും പ്രശ്നങ്ങൾ പറയാനും ഇതിലൂടെ കഴിയും. MLA ഹോസ്റ്റൽ വാച്ച് ആൻഡ് വാർഡിന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ചെല്ലാനും സാധിക്കില്ല. സുരക്ഷാപരമായ പരിശോധനകളൊക്കെ ഉണ്ടാവും. സ്പീക്കർ പറഞ്ഞ വാക്കുകളാണ് ഇത്. രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. എന്തായാലും സ്പീക്കർ പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അത് സ്പീക്കർ MLAയെ തൊടുന്നോടാ എന്ന മട്ടിലുള്ള ചോദ്യമായിരുന്നു സ്പീക്കർ ചോദിച്ചത്. ഷംസീർ അല്ലെങ്കിൽ കൃത്യമായി തന്നെ പറയണമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ ഈ കൗൺസിലറിന്റെയും MLAയുടെയും ഓഫീസ് തന്നെ ഒരിടത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ MLAക്ക് മറ്റിടത്തേക്ക് മാറ്റിക്കൂടെ? അല്ലെങ്കിൽ ഈ MLA ഹോസ്റ്റലിൽ ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സുതാര്യമാക്കാൻ സ്പീക്കർ വിചാരിച്ചാൽ നടക്കില്ലേ? ഈ പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ലേ? ഇങ്ങനെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ മണിമാളികയിൽ താമസിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത MLAമാർ? MLA ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് വന്ന് താമസിച്ച് സുഖിച്ച് ജീവിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യമല്ലല്ലോ. അവർക്ക് ഇവിടെ നിയമസഭയിൽ വരുമ്പോൾ ഒരല്പം വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഓഫീസ് തുറക്കാനോ വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് വാച്ച് ആൻഡ് വാർഡിന്റെ കീഴിലാണ് എന്ന് പറയുമ്പോഴും സ്പീക്കർ വിചാരിച്ചാൽ അവരുടെ ഈ പറയുന്ന പോലെ തന്നെ കാണാൻ എത്തുന്ന ജനങ്ങളുടെ ഒരു സുരക്ഷ ഇത്രയും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നടത്താൻ സ്പീക്കർക്ക് കഴിയില്ലേ? അപ്പോൾ എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ വെറുതെ പല്ലിട കുത്തി നാറ്റിക്കുന്നത് എൻ്റെ ഷംസീറെ എന്നാണ് പലരും ചോദിക്കുന്നത്.